നമസ്കാരം. സൈക്കോപാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലേക്ക് അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസിനെ പറ്റിയാണ്. അപ്പം സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു സ്ട്രിങ്ങിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു സ്ട്രിങ് കോപ്പി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ഡാറ്റകളൊക്കെ കമ്പയർ ചെയ്യണമെങ്കിലോ നമുക്ക് സ്ട്രിങ്ങിൻ്റെ എല്ലാ എലമെന്റ്സിലും കയറി പരിശോധിക്കേണ്ട ആവശ്യകത വരാറുണ്ട്. അപ്പോൾ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും. അപ്പം ആ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് എങ്ങനെ ഉപയോഗിക്കാം നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം നോർമലി നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന പോലെ ജസ്റ്റ് എഴുതുകയാണ്. അപ്പോൾ ആദ്യം അതിനായിട്ട് വേണ്ട ഹെഡർ ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. stdio.h സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയാണിത്. പിന്നെ ഞാൻ മെയിൻ ഫങ്ഷൻ ഉണ്ടാക്കുന്നു. അതേപോലെ ഞാൻ ജസ്റ്റ് ഒരു സ്ട്രിംഗ് ഉണ്ടാക്കുവാണ്. അപ്പം ഞാൻ അതിന് സ്ട്രിംഗ് എന്നാണ് പേര് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഇനിഷ്യലായിട്ടൊരു വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, ഞാൻ സ്ട്രിംഗ് ക്ലീൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ സ്ട്രിംഗ് ഒന്ന് പ്രിന്റ് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഒറിജിനൽ എന്നും പറഞ്ഞ് സ്ട്രിങ് ജസ്റ്റ് പ്രിന്റ് ചെയ്യുവാണ്. അപ്പോൾ സ്ട്രിങ് പ്രിന്റ് ചെയ്യുന്ന കോഡ് എഴുതി. അപ്പോൾ ഇത്ര നമുക്കൊന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സ്ട്രിങ് പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ printf എന്ന് പറഞ്ഞ സംഗതി ഉപയോഗിക്കുവാനാണ് stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ഹെഡർ ഫയൽ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. #include string.h. string.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഹെഡർ ഫയലിൻ്റെ ഉള്ളിൽ സ്ട്രിംഗ് കോപ്പി ചെയ്യാനും സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് എടുക്കാനും സ്ട്രിംഗ് ആഡ് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഒറിജിനൽ ഉണ്ടാക്കി. ഇപ്പം എനിക്ക് ഒരു സ്ട്രിംഗ് കോപ്പി ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ സാധാരണയായിട്ടാണെങ്കിൽ എനിക്ക് സ്ട്രിങ്ങിൻ്റെ എല്ലാ എലമെന്റ്സിലൂടെയും ട്രാവൽസ് ചെയ്തിട്ട് ആ ഓരോ എലമെന്റ്സ് കോപ്പി ചെയ്ത് പോകേണ്ട ആവശ്യകതയുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സിംഗിൾ ലൈനിൽ ഈ ഒരു കാര്യം സാധിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ആദ്യം ഒരു സ്ട്രിംഗ് ഉണ്ടാക്കുവാണ്. ജസ്റ്റ് കോപ്പി എന്നുണ്ടാക്കാം. മാക്സിമം ഞാൻ സൈസ് 15 കൊടുക്കുന്നു. അപ്പോൾ എനിക്കൊരു സ്ട്രിംഗ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് strcpy എന്ന് കൊടുത്താൽ മതി. അപ്പോൾ സ്ട്രിംഗ് കോപ്പി ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ strcpyയുടെ ഉള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ആണ്. അപ്പം ഞാൻ ഡെസ്റ്റിനേഷൻ കോപ്പി എന്ന് പറഞ്ഞ വേരിയബിളിലാണ് കിടക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ സോഴ്സ് ആണ്. സോഴ്സ് എന്ന് പറയുന്നത് സ്ട്രിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സംഗതിയാണ്. അപ്പം ഞാൻ സോഴ്സ് ആയിട്ട് ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നു. ഇനി ജസ്റ്റ് നമുക്കിത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യാൻ പോവാണ്. %s കോപ്പി എന്നും പറഞ്ഞ ഒരു ഹൈഫൺ കൊടുത്ത് %s കോമ ഇട്ടിട്ട് കോപ്പി ജസ്റ്റ് ഞാൻ കൊടുക്കുന്നു. ഞാൻ അപ്പോൾ കോപ്പി കൊടുത്ത് ഞാൻ ജസ്റ്റ് കോഡ് റൺ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതെ കണ്ടോ, ഒറിജിനൽ ദ സൈക്കോപാത്ത് കണ്ടോ, കോപ്പി ദ സൈക്കോപാത്ത് എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതിന് ഒരു ഭംഗിക്കായിട്ട് വേണമെങ്കിൽ ന്യൂ ലൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പഠിച്ചത് strcpy ആണ്. strcpy ഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മളൊരു വേരിയബിളിൻ്റെ പേര് കൊടുക്കുക, പിന്നെ സോഴ്സ് ആയിട്ട് രണ്ടാമത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് റൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒറിജിനലും കോപ്പിയും കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിനായിട്ട് ഈ ഒരു ഏരിയാസ് ഒക്കെ ആദ്യം നമുക്ക് കളയാം. പിന്നെ ഞാൻ ഇതിൻ്റെ റിവേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, strrev എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഇതാണ് സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് എടുക്കേണ്ട ഫംഗ്ഷൻ. ജസ്റ്റ് കോൾ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ സോഴ്സ് ഇട്ട് കൊടുക്കുക. ഞാൻ സ്ട്രിങ് എന്ന് പറഞ്ഞ എൻ്റെ സോഴ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ സോഴ്സിൻ്റെ ഉള്ളിലുള്ള സ്ട്രിങ് തന്നെ റിവേഴ്സ് ആയി നമുക്ക് കിട്ടും. ഇനി ജസ്റ്റ് ഞാനൊന്ന് സോഴ്സ് പ്രിന്റ് ചെയ്യാൻ പോവാണേ. ജസ്റ്റ് സോഴ്സ് മാത്രമാണ് ഞാൻ പ്രിന്റ് ചെയ്യുന്നത്. അപ്പം റിവേഴ്സ് എന്ന് ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് സോഴ്സ് തന്നെയാണ്.
strrev എന്നുള്ളതിൽ സോഴ്സ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് റൺ ചെയ്യാൻ നേരത്ത് കണ്ടോ ഒറിജിനലായിട്ട് ദ സൈക്കോപാത്ത് റിവേഴ്സ് ആയിട്ട് കണ്ടോ ആ ഒരു സ്ട്രിങ് തിരിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് strrev എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഒരു സ്ട്രിങ്ങിന്റെ റിവേഴ്സ് എടുക്കാനുള്ള ഫംഗ്ഷനാണ്. അപ്പം അതിന്റെ പ്രത്യേകത അതിന് സോഴ്സും ഡെസ്റ്റിനേഷനും ഒന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന സോഴ്സ് എന്തോ ആ സോഴ്സ് തന്നെ ടോട്ടലി മാറുന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പം നമുക്ക് രണ്ട് സ്ട്രിങ് തമ്മിൽ ആഡ് ചെയ്യണമെന്ന് കരുതുക. അപ്പം അതിൽ ഞാൻ string 1 എന്നും പറഞ്ഞ് ദ കൊടുക്കുന്നു. string 2 സൈക്കോപാത്ത് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. string 2 ഉണ്ടാക്കാം. string 2 സൈക്കോപാത്ത് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. ഇപ്പൊ രണ്ട് സ്ട്രിങ് ആണ് ദായും സൈക്കോപാത്തും. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ഓക്കെ, ഞാൻ ആദ്യത്തെ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ 25 കൊടുക്കുന്നു. 25 എമൗണ്ട്സ് സ്റ്റോർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളതാണ് കൊടുത്തത്. ഓക്കെ, ഞാൻ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്ട്രിങ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ strcat എന്ന് പറഞ്ഞാൽ സ്ട്രിങ് കൺകാഡിനേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രിങ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ആദ്യം ഡെസ്റ്റിനേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഡെസ്റ്റിനേഷനായിട്ട് string 1 ഞാൻ കൊടുക്കുന്നു. രണ്ടാമതായിട്ട് string 2 കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ string 1 + 2 ചെയ്തിട്ട് അത് 1ലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ string 1 ആണ് ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പം അതിൽ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് string is എന്നും പറഞ്ഞ് കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് ഇത് റൺ ചെയ്ത് നോക്കുവാണ്. ഓക്കെ, കണ്ടോ string is the psychopath എന്നും പറഞ്ഞ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഞാൻ string 1 ആണ് പ്രിന്റ് ചെയ്ത്. ഓക്കെ, നമുക്ക് string 2 പ്രിന്റ് ചെയ്ത് നോക്കാം. string 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്ട്രിങ്, അത് ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇവിടെ ഓക്കെ സേവ് ചെയ്തില്ല. ഓക്കെ, string 2 പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ സൈക്കോപാത്ത് എന്ന് മാത്രമേ ഉള്ളൂ. string 1 പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ദ സൈക്കോപാത്ത് എന്ന് കിട്ടുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ആദ്യം കിടക്കുന്ന സ്ട്രിങ്ങും രണ്ടാമത് കിടക്കുന്ന സ്ട്രിങ്ങും തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് ആദ്യത്തെ സ്ട്രിങ്ങിൽ തന്നെ സ്റ്റോർ ചെയ്യുക എന്നുള്ള പ്രൊസീജിയറാണ് strcat എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സത്യത്തിൽ ചെയ്യുന്നത്. ഇനി ഇതേപോലെ നമുക്ക് സ്ട്രിങ് കമ്പയർ ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. കമ്പയർ ചെയ്യാനായിട്ട് strcmp എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ് ഉണ്ട്. അങ്ങനെ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഒരുപാടുണ്ട്. ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഏകദേശം ഒരുപാട് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ആണ്. strcmpi, strlen സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് എന്താണ് എന്നുള്ളൊരു ബേസിക്സ് ഐഡിയയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്ട്രിങ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ഈ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നല്ലൊരു എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ ജെബി സൈനിങ് ഔട്ട്. സീ യു.